ഹലോ, ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. ഇവിടെ വേലപ്പരിപാടിയാണ്. ശ്രീ കൈമുണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ വേലയാണ്. അപ്പോൾ വേലപ്പരിപാടികളും നമ്മുടെ വീട്ടിലെ കുറച്ച് ഒരുക്കങ്ങളും എല്ലാം കൂടെ ആയിട്ടുള്ള ചെറിയ കുട്ടി വ്ളോഗാണത്. അപ്പോൾ രാവിലെ ചായ കുടിച്ച് ഇങ്ങനെ അടുക്കളയിലേക്ക് പോയപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കാണ്. ഇഡലിയും സാമ്പാറാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അടുത്ത് കിടന്ന് തിളയ്ക്കുന്ന മത്തനല്ലേ, ഇത് നമുക്കുള്ളതല്ല, ജിമ്മിക്കുള്ളതാണ്. ഇവനാണ് ജിമ്മി. അങ്ങനെ ജിമ്മിനെയും കളിപ്പിച്ച് ചുമ്മാ പുറത്തൊക്കെ നോക്കിയപ്പോഴാണ് ടാപ്പിൽ വെള്ളം വെറുതെ പോകുന്നു. അതെങ്ങനെ ശരിയാവും? ഇപ്പോൾ ടാപ്പിൽ വെള്ളം വെറുതെ പോകാണ്ടപ്പോൾ അതൊക്കെ ഒന്ന് അടച്ച് കുറച്ച് നന്മ വരെ കളിച്ച് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ബാക്കിൽ ഒരു കാര്യം കണ്ടത്. ഇത്ര നേരമായിട്ടും ലൈറ്റ് ഓഫ് ആയിട്ടില്ല. നമുക്ക് നല്ല ഓഫാക്കാൻ പറ്റില്ല. അത് നോക്കിയൊന്ന് വണ്ടി എടുത്ത് പോകുന്നത് വേറെ എവിടേക്കല്ല, ചിക്കൻ മേടിക്കാനാണ്. പരിപാടിക്കല്ലേ, ചിക്കനൊക്കെ വെച്ച് അടിപൊളിയാക്കണ്ടേ. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചു. ഇനി ഇവനൊന്ന് കഴുകി കുട്ടപ്പനാക്കി നല്ല മസാലയൊക്കെ തേച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ വാങ്ങിച്ച് വീടെത്തിയപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ അമ്മ തിരുവോർത്ത് വെക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ ആദ്യം കോലം വരയ്ക്കണം. തിരുവോർത്ത് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയായിരിക്കും, അറിയത്തിരക്ക് പറഞ്ഞുതരാം. വേലയാണല്ലോ. അപ്പോൾ ഭഗവതി വീട്ടിലേക്ക് വരുന്നത് സങ്കല്പിച്ച് ഭഗവതിക്ക് പൂജയും പ്രസാദവും ഒരുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കോലം വരച്ച് നിലവിളക്കും പായസമൊക്കെ വെച്ച് പൂജ ചെയ്യണം. അതാണ് സംഭവം. അതാണ് ഈ തിരുവോർത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അമ്മ കോലമൊക്കെ ഇട്ട് കഴിഞ്ഞു. നല്ല കാറായിട്ട് പരിപാടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോലം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമുക്ക് അവിടെ പരിപാടി തുടങ്ങാം. ചിക്കൻ നേരാക്കല്ല, ചിക്കൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കണം. ആദ്യം പാത്രത്തിലേക്ക് ഇട്ടു. അത് ഞാൻ കഴുകി കുട്ടപ്പനാക്കി റെഡിയാക്കി എടുക്കാം. വായോ. ചിക്കൻ ആക്ച്വലി അത്യാവശ്യം ക്ലീൻ ആയിരുന്നു, അധികം പണിയൊന്നും വന്നില്ല. എന്നാലും നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ക്ലീനായി ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് മാറ്റിയിട്ട് സംഭവം സെറ്റായി. അപ്പം ഇനി ഇതിൽ നമുക്ക് മസാല ചേർക്കാം. ഇതിലേക്ക് ഞാൻ ചിക്കൻ വെക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അധികം നല്ല കുക്കല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയും വലിയ പരിപാടിയൊക്കെ നടക്കല്ലേ, അപ്പോൾ കുളമാക്കണ്ട കരുതിയിട്ട് അത് അവർ തന്നെ ഉണ്ടാക്കും. അപ്പോൾ മസാല കാര്യങ്ങളൊക്കെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ഗൈഡ് ചെയ്യുന്നത് അമ്മായിയാണ്. അപ്പോൾ അമ്മായി പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ജീരകം അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് അങ്ങോട്ട് പരിപാടി സെറ്റായി. മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഒന്ന് തിരുമ്പി റെഡിയാക്കി. ഫുള്ളായിട്ട് മസാലയൊക്കെ പിടിക്കാൻ പോലെ നല്ലോണം തിരുമ്പി പരിപാടി സെറ്റാക്കി. ഇനി എന്താ വെച്ചാൽ നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും വെളിയിൽ ശങ്കരനായാടി വന്നു. ശങ്കരനായാടി അവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, അതാണ് ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവർക്കും ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. എന്തായാലും ഇപ്പോൾ കുക്കിംഗ് പരിപാടി നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ശങ്കരനാടിയെ പറ്റി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. വേല പരിപാടി കാണിക്കുമ്പോൾ അതോടൊപ്പം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ചിക്കനൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ കൂടെ ഇഡ്ഡലി റെഡിയായി, സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഉള്ളിൽ ഒളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഉള്ളതാണ്. അപ്പോൾ സാമ്പാറിൽ മല്ലിയൊക്കെ ഇട്ട് ഒന്ന് കളർഫുള്ളാക്കാൻ പറഞ്ഞു. ഞാൻ മല്ലിയൊക്കെ ഒന്ന് മുറിച്ച് അതിലേക്കിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി. പക്കയാണ്. അപ്പോൾ സാമ്പാറൊക്കെ ടേസ്റ്റ് നോക്കി അതിന് വെളി വന്നു. അമ്മൂമ്മ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ അമ്മൂമ്മ കയ്യിൽ ഒരു നെറ്റിപ്പട്ടം വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ആ നെറ്റിപ്പട്ടം ഇവിടെ ഇരിക്കട്ടെ പറഞ്ഞ് കൃഷ്ണന് വെച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ കൈ കിട്ടൊരു പൂ ഞാൻ ഇവിടെ ഇരിക്കട്ടെ പറഞ്ഞ് ഇവിടേക്കും വെച്ച് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്തായാലും നല്ല ചൂടോടുള്ള ഇഡ്ഡലിയും നല്ല സാമ്പാറും രാവിലത്തെ പരിപാടി അങ്ങോട്ട് ഉഷാറാക്കി. നമുക്ക് കുറച്ച് വീഡിയോസ് മിസ്സാവുന്നുണ്ട്. കാരണം സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോസ് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ അടുത്തെല്ലാം റെഡിയാക്കാം ഫുള്ളായിട്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ഇവർക്ക് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയി. അമ്പലം അമ്പലക്കുളം അങ്ങനെ ആയിട്ട്. അമ്മൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ അമ്പലം. കിടിലൻ വൈബാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഫോട്ടോഷൂട്ട് എടുക്കുക പറഞ്ഞാൽ ചില്ലറ സമയമല്ല, ഒരുപാട് സമയം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒരുപാട് എടുത്തു കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും അമ്മ തിരുവോർത്ത് വെച്ച് കഴിഞ്ഞു. തിരുവോർത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പായസമൊക്കെ വെച്ച് അമ്മ അത് ഉഷാറാക്കി. അപ്പോഴേക്കും ചേട്ടനും എത്തി. പക്ഷേ ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി അപ്പോഴേക്കും റെഡി ആയിരുന്നു. കറി വയ്ക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കാര്യമില്ല, ഇപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നല്ലേ. അപ്പോൾ തണ്ണിമത്തം വെട്ടി കഴിച്ചു ഞാനും ഏട്ടനും കൂടി. അപ്പോൾ ചേച്ചിക്ക് വരാൻ പറ്റിയിരുന്നല്ല. അപ്പോൾ ചേച്ചി വീഡിയോക്ക് ഒരു ക്യാമിയോ കൊടുത്തിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞും ഏട്ടൻ്റെ കലാപരിപാടി തുടങ്ങി. മാങ്ങിയിട്ടൊരു ചെറിയ പരിപാടി. ഇപ്പം മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്, ഇടയിൽ സോയ സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്താവും വേണ്ടോ, ചേട്ടൻ്റെ ചെറിയ കണ്ടുപിടുത്തങ്ങളാണ്, വൈബാണ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡാണ്. അതൊക്കെ ഇട്ട് എല്ലാവരും എന്താവും എന്തോ എന്നുള്ളതാണ്. ലാസ്റ്റ് ചോപ്പറിലിട്ട് എല്ലാം കൂടി അങ്ങോട്ട് റെഡിയാക്കി എടുത്തു തുറന്നപ്പോൾ വിചാരിച്ചല്ല, നല്ല കിടിലം മണം, നന്നായിട്ടുണ്ട്. അപ്പോൾ മണം മാത്രം നന്നായി പോരല്ലോ, കഴിച്ച് നോക്കാൻ പറഞ്ഞ് കഴിച്ച് നോക്കിയും കിടിലം നന്നായിട്ടുണ്ട്. ഓൾറെഡി മാങ്ങ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്, അതങ്ങോട്ട് എടുത്ത് കഴിച്ചതും സൂപ്പർ. അപ്പോൾ മാങ്ങ കഴിച്ചുള്ള എക്സ്പ്രഷനാണ് ഓരോരുത്തരുടെ. അമ്മായിക്കാട് കിളി പോയ പോലെയാണ്. ശിവനെ ഇത് ജില്ല എന്നുള്ള മട്ടിലാണ്. ബാക്കിയുള്ളവർക്ക് വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേച്ചീൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ അവരിനെ വിളിക്കാൻ വേണ്ടി പോയി. സംഭവം ഉച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് അവരിനെ വിളിച്ച് നേരെ വന്ന് നമ്മുടെ ലഞ്ച് പാസ്സാക്കി. നമ്മൾ ചിക്കൻ കറി വിത്ത് ചോറ്. ഇനിയിപ്പോൾ ഞാൻ മസാലയൊക്കെ അത്യാവശ്യം റെഡിയാക്കൊണ്ടാണെന്ന് അറിയില്ല. കിടിലനായിരുന്നു. ഇതിൻ്റെ എക്സ്പ്രസ് ഒന്ന് മനസ്സിലാക്കാം. കിടിലൻ ചിക്കനായിരുന്നു. അവൾ ക്രെഡിറ്റ് ടു അമ്മായിയാണ് കറി വെച്ചത്. നന്നായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുന്നു വേലപ്പരിപാടിയൊക്കെ തുടങ്ങി. വീടിൻ്റെ ഫ്രണ്ടിലുള്ള വേലയൊക്കെ പോവാണ്. കരടിയുണ്ട്, ഗൊറിലയുണ്ട്. ചെറുതായിട്ട് ഗൊറില നമ്മളെ പേടിപ്പിക്കാൻ നോക്കി. നടക്കില്ല മോനെ, നമ്മളോട് അവൻ്റെ കളി. അപ്പോൾ ഓരോ ദേശമായിട്ടാണ് വേല വരിക. ഇതിപ്പോൾ നമ്മുടെ അടുത്ത ദേശമാണ്. ഇനി വേലപ്പറമ്പിൽ എല്ലാ ദേശങ്ങളും ഞാൻ പറഞ്ഞു, വേറെ ദേശങ്ങളും എല്ലാ ദേശങ്ങളും വരും. അപ്പോൾ അത് കഴിഞ്ഞ് റെഡിയാവണ്ട എന്ന് റെഡിയാക്കുന്ന ആരാതറിയോ? നമ്മുടെ അല്ലിക്കുട്ടി നമുക്ക് മുടിയൊക്കെ എന്തൊക്കെയോ റെഡിയാക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, താടിയൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. അങ്ങനെ അല്ലിക്കുട്ടി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ചായ വെക്കാൻ ഞാൻ അമ്മൻ്റെ കൂടെ പോയി നിൽക്കുന്നുണ്ട്. ചുമ്മാ ജസ്റ്റ് നോക്കണം നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ചായയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇന്ന് ചായ എന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. ഒരു കപ്പ് ചായ കുടിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആർക്കും ഇഷ്ടമില്ലാത്തത്. അത് കസിൻസൊക്കെ ആയിരിക്കുമ്പോൾ അത് വേറെ വൈബാണ്. അത് കഴിഞ്ഞ് എല്ലാവരും റെഡിയാക്കി കഴിഞ്ഞ് വേലപ്പറമ്പിലേക്ക് പോയി. നമ്മൾ നേരത്തെ കണ്ട കരടിക്കുട്ട ഇവിടെയുണ്ട്. അങ്ങനെ വേലകൾ ഓരോന്നോരോന്നേ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് വേലപ്പരിപാടി കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ശങ്കരനായടി അത് ഞാൻ പറഞ്ഞുതരാം. സംഭവം ശ്രീ കൈമൂന്നതി ഭഗവതിക്ക് മൊത്തം 9 ദിവസമാണ്. ആ 9 ദിവസത്തെ പരിപാടിയും ഇങ്ങോട്ട് വരും. അപ്പോൾ 9 ദിവസത്തിൽ അര ദിവസമാണ് പാമ്പാടിയിലുള്ള ദിവസം. അപ്പോൾ പാമ്പാടി ദിവസത്തെ ആൾക്കാർ ഫസ്റ്റ് ഭഗവതി കാണാൻ വരും. എന്നാണ് ഐതിഹ്യം, ആചാരങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് വേഷം കെട്ടി ഭഗവതി കാണാൻ വരും. അങ്ങനെ വരുന്നതാണ് ശങ്കരനാരായണ വേഷം കെട്ടി ഇങ്ങോട്ട് വരും. അതാണ് സംഭവം. എനിക്ക് അറിയണമെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദയവ് വന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പരിപാടിയൊക്കെ അടിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം. കുറേ വണ്ടി വേഷങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ കണ്ടു കഴിയുമ്പം വിശക്കുള്ളൂ, സ്വാഭാവികമാണല്ലോ. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ വിശപ്പ് ചെറുതായി മാറ്റാൻ വേണ്ടി നമ്മളൊരു കാളം കഴിച്ചു, പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു, ലാസ്റ്റ് ഒരു ചോളവും കഴിച്ച് അങ്ങോട്ട് പരിപാടി സെറ്റാക്കി. അപ്പോൾ അത് കഴിഞ്ഞതാ പിന്നെയും പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 11-11:30 വരെ പരിപാടി വന്നുകൊണ്ടിരിക്കും. അത്ര ദിവസം ഉണ്ടല്ലോ, 9 ദിവസം ടോട്ടലായിട്ട് വരണം. അങ്ങനെ എല്ലാ പരിപാടികളും കണ്ട് നമ്മൾ ഉഷാറാക്കി. അങ്ങനെ നമ്മുടെ വേലപ്പരിപാടികളോട് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമുക്കത് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ലവ് യു ആൾ. ബൈ.